നമസ്കാരം. 2025 സെപ്റ്റംബറിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അനുമതിയില്ലാതെ എന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് വിവരം നൽകിയതോടുകൂടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു പ്രധാനപ്പെട്ട വിവാദമായി നമ്മുടെ ഇടയിലേക്ക് ഉയർന്നു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ദിനേന പുറത്തു വന്നതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതും ഞെട്ടിക്കുന്നതുമായിരുന്നു. ശബരിമലയിലെ വിലയുള്ള വസ്തുക്കൾക്ക് കണക്കില്ല എന്നതടക്കമുള്ള കോടതി പരാമർശങ്ങൾ ആശങ്കയുടെ വലിയ ഗോപുരങ്ങളാണ് വിശ്വാസികളുടെ മനസ്സിൽ തീർത്തത്. അതുമുതൽ ഇങ്ങോട്ട് SIT രൂപീകരണം, അതിനു മുമ്പ് വിജിലൻസിന്റെ അന്വേഷണം, SIT രൂപീകരണം, കോടതിയുടെ ഇടപെടലുകൾ, പരാമർശങ്ങൾ, FIR രജിസ്റ്റർ ചെയ്തതുൾപ്പെടെ മറ്റുള്ളവരുടെ അറസ്റ്റ് ഇങ്ങനെ നീണ്ടു. പിന്നീട് കോടതിക്ക് മുൻപാകെ ജാമ്യാപേക്ഷയുമായി എത്തുന്ന സമയത്ത് ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് SITക്കെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തോടുകൂടി അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ 4 ആഴ്ച, അതായത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോടതി പറയുകയാണ് 4 ആഴ്ചയായി ഈ അന്വേഷണം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. പിന്നീട് അത് മുന്നോട്ട് പോകുന്നു. തന്ത്രി അടക്കമുള്ളവർ അറസ്റ്റിലാകുന്നു. മറ്റുള്ളവർക്ക് കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകുമോ, രാഷ്ട്രീയമായ അറസ്റ്റ് ഉണ്ടാകുമോ തുടങ്ങിയ ഒരുപാട് സംഭവ വികാസങ്ങൾ, ആശങ്കകളൊക്കെ നിൽക്കുന്നു. അതിനിടയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക ജാമ്യം കിട്ടുന്നു. രണ്ടാമത്തെ കേസിന് അടുത്തു തന്നെ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇവിടം മുതൽ സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയുമായി പോയ A. പത്മകുമാറും N. വാസുവും അടക്കമുള്ളവർ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീണ്ടും ഈ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. വീണ്ടും കോടതി തന്നെ, ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല? പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ സംശയം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതാണ് ഈ കേസിന്റെ തുടർച്ച എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തത്? കുറ്റമില്ലാത്തത് കൊണ്ടാണോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്, ശ്രീ P. ശ്യാംരാജ് BJPയിൽ നിന്ന്, ഡോക്ടർ P. K. ഗോപൻ CPMൽ നിന്ന്, ശ്രീ മഹേഷ് പണിക്കർ ശില്പി, ഒപ്പം റിട്ടയർഡ് SP ഡോക്ടർ സുഭാഷ് ബാബു എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ശ്യാംരാജ്, ഈ SITയുമായി ബന്ധപ്പെട്ട് പല സമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി, അത് സ്വാഭാവികമാണ്. ഇത്രമേൽ വിവാദമായ ഒരു കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അത്തരത്തിലുള്ള അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോവുക സ്വാഭാവികമാണ്. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാര്യം കൊണ്ട് ഒരുപക്ഷെ ഈ സമീപകാലത്ത് ഈ പതിറ്റാണ്ട് ചർച്ച ചെയ്ത ഏറ്റവും വലിയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് അഴിയിൽ കിടക്കുന്നവർ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഒരുങ്ങുന്നത് എത്രത്തോളം ആശാസ്യമാണ്? അത് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ തുടക്കത്തിൽ ഈ SIT രൂപീകരണത്തിൻ്റെ അന്ന് മുതൽ BJP പറഞ്ഞൊരു കാര്യമുണ്ട്. SITയെ സംസ്ഥാന സർക്കാർ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അന്ന് BJP പറഞ്ഞത് എന്താണോ അക്ഷരാർത്ഥത്തിൽ ഇന്നിപ്പോൾ അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത, സാധാരണ മനുഷ്യർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ 112 ദിവസങ്ങളെന്തോ ആയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി. ഫെബ്രുവരി 2 ആകുമ്പോഴത്തേക്ക് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോവാണെന്ന്. അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ SIT ഒരു കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടുകൂടി ഈ ജാമ്യം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണെന്ന്. അപ്പോൾ ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്തായി? നിലവിൽ ഈ സ്റ്റാറ്റസ് നിൽക്കുന്ന എവിടെയാണ്? സാധാരണ ജനങ്ങളുടെ ഒരു സംശയത്തിന് ഞാൻ ചോദിച്ചോട്ടെ, ഈ കേസിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ഉടൻ വരെയായി? ആരാണ് കൊള്ള നടത്തിയത്? എന്നാണ് കൊള്ള നടത്തിയത്? എങ്ങനെയാണ് കൊള്ള നടത്തിയത്? അത് ഈ പറയുന്ന പ്രതികൾ പറയുന്നു അവർ ഒരിക്കലെടുത്ത് വിറ്റു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് പുറത്തോട്ട് എവിടെയാണ് കൊണ്ടുപറ്റിയിട്ടുള്ളത്? തൊണ്ടി മുതൽ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ അന്വേഷണ SITക്കൊന്നും പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് VSSCയിൽ നിന്നുള്ള ഒരു റിസൾട്ട് വന്നു. ആ റിസൾട്ടിലും പറയുന്നത് അതിൽ വരെ സംശയങ്ങളുണ്ട് എന്നാണ് ഈ SIT പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തുകൊണ്ടാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു നിർദ്ദേശം VSSCക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ SITക്ക് പറ്റായിരുന്നത്? നോക്കൂ, പഴയ 2 സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ആ 2 സാമ്പിൾ കൊടുത്തിട്ടുള്ളതിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായത് പഴയത് എന്ന് പറഞ്ഞു കൊടുത്ത സാമ്പിളിൽ മെർക്കുറി ഉണ്ട്, പുതിയത് എന്ന് പറഞ്ഞു കൊടുത്ത സാമ്പിളിൽ മെർക്കുറി ഇല്ല. പകരം ഉള്ളത് അതിനകത്ത് നിക്കലാണുള്ളത്. ഈ നിക്കൽ കണ്ടന്റ് ഉണ്ടാകുന്ന സാധാരണഗതിയിൽ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിക്കൽ കോട്ടിംഗ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ വരെ പറഞ്ഞിട്ടും ഇന്നിപ്പോൾ നിങ്ങൾ മാതൃഭൂമി കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത അതിസങ്കീർണമായിട്ടുള്ള പരിശോധന വീണ്ടും നടക്കാൻ വേണ്ടിയിട്ട് പോവാണെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കലാണ്.
ജനങ്ങളുടെ കണ്ണിൽ, മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആര്? SITയും സംസ്ഥാന സർക്കാരും. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ഇത് പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണെന്നേ. ഇന്നിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത എന്താണ്? ശ്രീ ജയറാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് സാധാരണ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇതിനകത്തൊരു കൗതുകം ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഈ വിഷയത്തെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് കാതലായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ല. അല്ലെ, ഈ ജയറാമിനെ ചോദ്യം ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. വാർത്ത കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ വാർത്ത കൊടുത്തല്ല ഞാൻ തെറ്റാന്ന് പറഞ്ഞത്. നിങ്ങൾ വാർത്ത കൊടുത്ത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. SIT ഇരുട്ടിൽ തപ്പുന്നു. അതല്ലെങ്കിൽ ചില പൊടിപടലങ്ങൾ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഇതിന്റെ കോർ ഇഷ്യൂവിൽ നിന്ന് മാറി നിൽക്കുന്നു. ശരി, ഓക്കെ. ശ്രീ മഹേഷ് പണിക്കർ, അങ്ങ് ഈ സംഭവ വികാസങ്ങളെ ഏറെ ആകാംക്ഷയോടുകൂടി ഇതിന്റെ തുടക്കം മുതൽ നോക്കിക്കണ്ട ഒരാളാണ്. ഒരുപക്ഷെ ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വസ്തുതാപരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച ഒരാളുമാണ്. ഇതിന്റെ തുടക്കം മുതൽ വളരെ ഉദ്വേഗത്തോടു കൂടി നോക്കിക്കൊണ്ട ഒരു വലിയ വിഭാഗം മനുഷ്യരിവിടെയുണ്ട്. എങ്ങനെയാണ് ശബരിമലയിൽ ഇത് സാധ്യമായത് എന്നുള്ളതടക്കം, അവിടെ നിന്ന് സ്വർണം കളവ് പോയി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതൊരു തെഫ്റ്റ് കേസായി പോലും നിലവിൽ തെളിയിക്കപ്പെടാത്ത ഒരു സാഹചര്യം വരുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഈ തുടക്കം നമ്മൾ ഈ അർജുനനൊക്കെ അമ്പ ചെയ്യുന്ന പോലെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പം 10, എയ്യുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ SITയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഈ ധാരപാലകപാളി എന്ന് പറഞ്ഞ ഒരു വിഷയം മാത്രം വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ അത് പിന്നെ കട്ടളപ്പാളിയിലോട്ട് വരുന്നു, കഥകിലേക്ക് വരുന്നു, പിന്നെ അന്വേഷിക്കുമ്പോൾ കൊടിമരം, അങ്ങനെ കുറേ വർഷങ്ങൾ മുമ്പോട്ടുള്ള അന്വേഷണത്തിലേക്ക് വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഫോക്കസ് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ധാരപാലകപാളിയുടെ ആ യഥാർത്ഥ യാത്രയെക്കുറിച്ചോ, അല്ലെങ്കിൽ ആദ്യം വിജിലൻസ് കണ്ടെത്തിയ പോലെ ആ പറയുന്ന ഹൈദരാബാദിലേക്ക് നാഗേഷ് എന്ന് പറയുന്ന അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുടെ അടുത്തേക്കോ അങ്ങനത്തെ യാത്രകളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പൂജകൾ, ഈ ജയറാമിൻ്റെയൊക്കെ ഉൾപ്പെടെയുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് അതേ രീതിയിൽ തന്നെ മൂവ് ചെയ്യണമായിരുന്നു. കാര്യം ആ ഒരു പൂജകൾ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നടന്നത്. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട വെറും 27 ലക്ഷം രൂപയുള്ളൂ അന്ന് 1 കിലോ സ്വർണ്ണത്തിന്. അപ്പം അതൊരു 1-2 കിലോ ഉണ്ട്, ഇവർ 5-10 പേരുണ്ട്, ഒരാൾക്ക് ഒരു 5 ലക്ഷം രൂപയുടെ ഷെയറേ ഉള്ളൂ. അതിനുവേണ്ടി ഇത്ര പ്രഗത്ഭരായ ആൾക്കാരെ ഇത്ര വലിയ ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഇത് ഉറപ്പായിട്ടും വിശ്വാസപരമായിട്ടും ആചാരപരമായിട്ടും മറ്റു പലരെയും, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ, ജയറാമിനെ ഉൾപ്പെടെ മുൻപിൽ വെച്ചോണ്ട്, അദ്ദേഹത്തെയൊക്കെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് വെച്ചോണ്ട് ഇങ്ങനെ ഞാൻ ശബരിമല സാധനം എൻ്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ പൂജ ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിലും കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വരും, അവിടെ വന്ന് കാണൂ, ഇനി ഞാൻ ഇതിൻ്റെ വേറൊരു സാധനമാണ് ശബരിമല കൊണ്ട് കൊടുക്കാൻ പോകുന്നത്, അപ്പം ഇത് വേണേൽ നിങ്ങൾക്ക് വീട്ടിൽ തരാം, ഇതിന് ഇത്ര കോടി തരൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ബ്രാൻഡിങ് നടന്നിട്ടുണ്ട്. ആ പൂജകൾ നടന്നതിൻ്റെ പിറകെ ഇപ്പൊ SIT അന്വേഷണം അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതൊരു കുറേ നാളുകൾക്ക് 1-2 മാസങ്ങൾക്ക് മുമ്പ് ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടിയപ്പോൾ തന്നെ ഈ കേസ് ഫ്രെയിം ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഈ പറഞ്ഞ പ്രതികൾക്ക് അവരുടെ കുറ്റപത്രം സമർപ്പിച്ചിട്ട് അനുബന്ധമായിട്ട് അടുത്തടുത്ത കേസുകൾ എടുത്ത് പോകണമായിരുന്നു. പക്ഷേ അവരിപ്പം ഓരോന്ന് ഇപ്പം തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നു, ഉടനെ അതിൻ്റെ പിറകെ പോയി ഇടി മണി കുറേ ദിവസം അങ്ങനെ പോയി. അപ്പം അങ്ങനെ ഓരോ ഇതുമായിട്ട് കറക്റ്റായിട്ട് ബന്ധമില്ലാത്ത, പക്ഷെ അവർക്ക് ഒരു ലീഡും SIT വേണമെങ്കിൽ മറ്റു സംഘങ്ങളെ നിയോഗിക്കാം, അല്ലെങ്കിൽ അത് വിപുലീകരിക്കണമെങ്കിൽ അങ്ങനെയാകാം. അതിനിടയിലും അത്തരം ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായല്ലോ. 90 ദിവസം കഴിഞ്ഞാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്കത് അറിയാം. തീർച്ചയായിട്ടും. പക്ഷേ ഈ ജാമ്യം, ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ ഒരു ഇടക്കാല എന്താ പറയുക, ഒരു കുറ്റപത്രമൊക്കെ സമർപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവർ ശ്രമിക്കുന്നത് മൊത്തത്തിൽ ഇതൊരു തികച്ചും ഒരു കേസല്ലാത്തത് കൊണ്ട്, ഇതിനകത്ത് മൊത്തം ആ ഒരു ഗൂഢാലോചനയുടെ കണ്ണികൾ ഉള്ളത് കൊണ്ടും ഇവർ പൂർണ്ണമായിട്ടും തെളിവിന് വേണ്ടിയാണ് ആ ഒരു തെളിവ് ഫ്രെയിം ചെയ്തിട്ട് മൊത്തം കേസുകളും ഒരേ ഒറ്റയടിക്ക് തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് തന്നെയാണ് അതിൻ്റെ വേണ്ടതും. കാര്യം ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഈ കഥയൊക്കെ ഇന്ന് തന്നെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട പോലെ ഈ കൊള്ള തുടക്കം മാർച്ച് 11 ഇവർ കഥ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് തന്നെ ആ കഥ ഒരു 3-4 പ്രാവശ്യം അവിടെ ഇളക്കിയിട്ടുണ്ട്. ഭഗവാന്റെ കോവിൽ ഇളക്കി ഇവരുടെ കൈ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ സ്വാധീനത്തിന്റെ ആ ഒരു വ്യാപ്തി, അല്ലെ ഗൂഢാലോചനയുടെ വ്യാപ്തിയൊക്കെ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശ്രീ ജയറാമൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അന്വേഷണം പോയി അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഈ സാധനങ്ങൾ എവിടെയാണ് പോയെന്ന് കണ്ടെത്തുന്ന ഇപ്പോഴത്തെ രീതിയിൽ ആ പാളികൾ തിരിച്ചു വന്നാൽ മാത്രമേ ഈ കുറ്റം തെളിഞ്ഞ് കേരളീയ മനസ്സിലെ വിശ്വാസികളുടെ മനസ്സിൽ അതിനൊരു ആശ്വാസമായിട്ടുള്ളൊരു മഴ പെയ്യത്തുള്ളൂ. അല്ലാതെ ഇവർ കുറേ സ്വർണം പോയി, ഇത്ര ഗ്രാം തിരിച്ചു വന്നു. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, VSSCയുടെ റിപ്പോർട്ടും പ്യുവർ കോപ്പറിന്റെ മാത്രം അതിൻ്റെ ആ മൂല്യം, അതിനകത്ത് എത്ര 99.9 കോപ്പറും ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസും അത് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. അത് തീർച്ചയാണ്. ആ ഒരു ഇപ്പൊ അങ്ങനത്തെ ഒരു അന്വേഷണത്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഈ പാളി മാറിയെന്നുള്ളത് വളരെ ഉറപ്പാണ്. കാര്യം പാളി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും പഴയ പാളിയുടെ അതേ കണ്ടന്റിൽ പുതിയ കോപ്പർ കിട്ടത്തില്ല, ആര് വിചാരിച്ചാലും കിട്ടത്തില്ല. അത്രയും ഇമ്പ്യൂരിറ്റീസ്, മൈന്യൂട്ട് ഇമ്പ്യൂരിറ്റീസ് ആണ്. അതപ്പോൾ
അപ്പം അത് കറക്റ്റാക്കണം. പിന്നെ ഇവർ മൊത്തത്തിൽ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ആ 2 പാളിയുടെയും അതിൻ്റെ മൊത്തത്തിലുള്ള ഘടന മാത്രമാണ് അവർ പരിശോധിച്ചിരിക്കുന്നത്. അത് പക്ഷേ ആവശ്യമാണ്. അത് ആ ഘടന പരിശോധിച്ചാലേ അതിലെത്ര സ്വർണ്ണം ഉണ്ടെന്നും ഇതിലെത്ര സ്വർണ്ണം ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കോപ്പർ മാത്രം എടുത്തിട്ട് ഇനിയാണേലും ആ കോപ്പർ മാത്രം എടുത്തിട്ട് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് 2 ഇതും വ്യത്യാസപ്പെട്ടിരിക്കുക. അതായത് വിജയമല്യ ചെയ്ത 2 ടണ്ണിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒരേപോലെയും ബാക്കി പിന്നെ ഇവർ ഏതോ കാലത്തിലൊക്കെ എപ്പോഴൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വ്യത്യാസപ്പെട്ട് ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ഈ നമ്മൾ ഈ പണികളായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന എന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കോപ്പറിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും, അതിനകത്ത് ഒരു സംശയവുമില്ല. പിന്നെ ഈ പാളികൾ കണ്ടെത്തുക എന്നുള്ളത് ഈ പറഞ്ഞ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രിയോടൊക്കെ പോയിട്ടുണ്ട്, കൊച്ചു തന്ത്രിയോടൊക്കെ പോയിട്ടുണ്ട്, വലിയ തന്ത്രിയോടൊക്കെ പോയിട്ടുണ്ട്, ഈ കള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയൊക്കെ പോയി പൂജ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പൂജകൾ, ആ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന പൂജകൾ, ആ പൂജകളിൽ ഈ പാളികളുടെ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ജയറാമിൻ്റെ വീട്ടിൽ മൊത്തമായിട്ടാണ് വെച്ചിരിക്കുന്നത്, മറ്റു പല വീടുകളിലും ചിലപ്പോൾ ഭാഗങ്ങളായിട്ടായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും പൂജകൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് ഇത് വിറ്റിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കാര്യം അയാളെ ഒന്ന് വിശദമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് കിട്ടും. ഇത്രമാത്രം ഒരു എന്താ പറയുക കാർഡടച്ച് വെടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ടാർഗറ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി, അവരുടെ ബേസിലാണ് ഇത് പോയിരിക്കുന്നത്. ശരി, ശ്രീ രാജു പിന്നാർ, എത്ര വിവാദമായ, എത്ര കോളിളക്കം ഉണ്ടാക്കിയ കേസാണ് എങ്കിലും അതിന്റെ ഒരു സ്വാഭാവിക പരിണതി എന്ന് പറയുന്നത് ശ്രീ രാജു പിന്നാർ അങ്ങേക്ക് കേൾക്കാമോ? ശരി, സാങ്കേതിക പ്രശ്നമുണ്ട്, അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ പി കെ ഗോപൻ, എന്തുകൊണ്ടാണ് ഈ സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ വിമർശനം SIT കേൾക്കേണ്ടി വരും? തുടക്കം മുതൽ തന്നെ BJPയും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. എന്തിന് CMOയ്ക്ക് വരെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്? ഇവരെല്ലാവരും ഒരു പരിധിവരെ മാധ്യമവും ബഹുമാന്യ ഹൈക്കോടതിക്കെതിരായിട്ടുള്ള വിമർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ശ്രീമതി മാധു തന്നെ ഇവിടെ ആവിഷ്കരിക്കാൻ പരിശ്രമിച്ചൊരു കാര്യം, ഹൈക്കോടതി SITയെ രൂക്ഷമായി വിമർശിച്ചു എന്ന രൂപത്തിലാണല്ലോ ആവിഷ്കരിക്കാൻ പരിശ്രമിച്ചത്. പക്ഷേ ഹൈക്കോടതിയുടെ അവസാനത്തെ നിരീക്ഷണം എന്താ? ഹൈക്കോടതിയുടെ അവസാന നിരീക്ഷണത്തിൽ നിങ്ങൾ എത്ര ഒളിപ്പിച്ച് വെക്കാൻ പരിശ്രമിച്ചാലും മാധ്യമങ്ങളെ ഉൾപ്പെടെ വിമർശിച്ചത്. എന്നിട്ട് SITക്ക് അവർ ക്ലീൻ സർട്ടിഫിക്കറ്റാണ് കൊടുത്തത് ബഹുമാന്യ ഹൈക്കോടതി. അവരുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അവരുടെ ടീമാണ് അന്വേഷിക്കുന്നത്. അതിൽ വളരെ റെയറായിട്ട് അല്ലെങ്കിൽ വളരെ വളരെ അപൂർവമായിട്ട് പിന്നെ SITയുടെ നീക്കത്തെ ചടുലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളെ SITയെ കൂടുതൽ ത്വരിതപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് അവരോട് ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി SITയുടെ അന്വേഷണത്തിന് നല്ല ഒരു സർട്ടിഫിക്കറ്റാണ് ബഹുമാന്യ ഹൈക്കോടതി എഴുതി അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളെയും വിശേഷണങ്ങളെയും തൂക്കി നോക്കിയിട്ടില്ല. ഞാൻ കൃത്യമായി പറഞ്ഞപ്പോൾ സ്പഷ്ടമായി പറഞ്ഞൊരു കാര്യം, ജാമ്യം പരിഗണിച്ച ബെഞ്ച് വിമർശനം ഉന്നയിച്ചു എന്നു തന്നെയാണ്. അതിലെനിക്ക് ഒരു സംശയവുമില്ല. ജാമ്യം പരിഗണിച്ച ബെഞ്ച് വിമർശനം ഉന്നയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അത് അവിടെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായി എന്ന് കോടതി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞതാണ്, അതിൽ കഥയില്ല. ശ്രീമതി മാധു, ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് ഇതിലെന്താ കാര്യം? ഞാൻ ജാമ്യം പരിഗണിക്കുന്ന കോടതി പറഞ്ഞു എന്നെ പറഞ്ഞുള്ളൂ. അതിൽ കാര്യമുണ്ടോ കാര്യമില്ലയോ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അല്ല, അതാണ്, അതായത് അത് ഇവിടെ ഒരു പ്രസക്തമായ വിഷയമല്ല യഥാർത്ഥത്തിൽ. കാരണം ജാമ്യം പരിഗണിക്കുന്ന കോടതി ശബരിമലയിലെ SITയുടെ ഞാൻ ആ അവതാരികയിൽ ആ കേസിന്റെ തുടക്കം മുതലുള്ള ഒരു കാര്യം പറഞ്ഞു വരികയാണ്. അതിൽ എവിടെയെങ്കിലും സാങ്കേതികമായ പിഴവുണ്ടെങ്കിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം. പറയാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ, അങ്ങ് പറഞ്ഞുകൊള്ളൂ, ഇനി ഞാൻ ഇടപെടില്ല. നിങ്ങളൊക്കെ പറയുന്ന കാര്യത്തിൽ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥമാണ്. തിരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ മനസ്സിലാവത്തുമില്ല. അതാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം. അതായത് ഈ കേസിൻ്റെ അവതരണത്തിൽ ശ്രീമതി മാധു ഭംഗിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വന്നിട്ട് SITയെ കുറിച്ച് ഹൈക്കോടതി പോസിറ്റീവായിട്ട് പറഞ്ഞതിന് ഒരു വരി പറഞ്ഞോ ശ്രീമതി മാധു? അത് കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളെല്ലാം അങ്ങനൊരു ബോധമണ്ഡലത്തിൽ തന്നെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചു, ബഹുമാന്യ ഹൈക്കോടതിയുടെ ഈ ശബരിമലയിലെ SITയുടെ കൺട്രോൾ ആർക്കാണ്? സിംഗിൾ ബെഞ്ചിനല്ല, ജാമ്യം പരിശോധിക്കുന്ന കോടതിക്കല്ല. ജാമ്യം പരിഗണിക്കുന്ന കോടതി ഈ കേസിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാതിരിക്കുകയും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല അവിടുത്തെ വിഷയം.
അത് വേണമെങ്കിൽ നമുക്ക് ഡിവിഷൻ ബെഞ്ചിനെതിരായിട്ടുള്ള കമൻ്റായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനങ്ങനെ പറയുന്നില്ല. ഡിവിഷൻ ബെഞ്ച് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിൻ്റെ മുഴുവൻ തെളിവുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നതാണ് ഡിവിഷൻ ബെഞ്ച്. കാരണം ഇവരുടെ തെളിവ് ഇതേ എവിടെ കൊണ്ട് കൂട്ടിമുട്ടിക്കണമെന്നാ? ഒന്ന്, ഇത് ശാസ്ത്രീയ പരിശോധന, ഇളക്കിക്കൊണ്ട് പോയതും കൊണ്ടുവന്നതും തമ്മിലുള്ള ബന്ധം. ഇത് ശാസ്ത്രീയമായി പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് കോടതി ഹാജരാക്കിയില്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കത്തില്ലല്ലോ മാധു. ഇന്നിപ്പോൾ നമ്മൾ SITക്ക് 2 വിമർശനം വെക്കുന്നു. നാളെ ഈ കേസിൽ SIT വെച്ച തെളിവുകൾ പാപ്പരാന്ന് കണ്ടു കഴിഞ്ഞാൽ, തെളിവുകൾ ക്ലിയർ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ, പര്യാപ്തമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ വിമർശനം കേൾക്കേണ്ടി വരും? അതുകൊണ്ട് SIT ലോകം മൊത്തം ഇടിഞ്ഞു വീണാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവർ മറ്റുള്ള പ്രതിപക്ഷ വിമർശനമോ ഭരണപക്ഷ നിർദ്ദേശമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോടതി നിരീക്ഷണമോ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ നിരീക്ഷണമോ മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഇതൊന്നും അവർ പരിഗണിക്കുന്നില്ല. അങ്ങനെ പരിഗണിക്കാൻ പോയാൽ അവർക്ക് ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും. അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യുമോ അവർ? അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മൊഴിയെടുക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യുമോ അവർ? അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ സമ്മർദ്ദമൊന്നും വഴങ്ങത്തില്ല. പിന്നെ രാഷ്ട്രീയാരോപണം എന്ന തരത്തിൽ കുറച്ച് കാലം കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായ തെളിവ് ഇതിനകത്ത് കിട്ടണം. മൂന്നാമത്തെ കാര്യം, ഇവർ ജാമ്യം എടുത്ത് പോകുകയില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകവും ശേഷിയും കോടതിക്കും ഉണ്ട്, SITക്കും ഉണ്ട്. അതുകൊണ്ട് അവർ ഈ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കും. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ SITയുടെ മനസ്സിലിരിപ്പ് എന്താണ്, ഹൈക്കോടതിയുടെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊന്നും പറയാൻ നമ്മളാളില്ല. അപ്പൊ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവർക്ക് ജാമ്യം എടുത്തു പോയി ഇവർ സുഖകരമായി പുറത്തിറങ്ങി നടക്കാൻ സൗകര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മളെക്കാൾ വാശി SITക്ക് ഉണ്ടാകുന്ന ഒരു തർക്കമില്ല. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്വാനം ചില്ലറയല്ല. അവർ ഇതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ജയറാമിനെ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നത്. കാരണം ജയറാം ഒരു വിശ്വാസ കച്ചവടത്തിൻ്റെ ഭാഗമായി, ഞാൻ ഈ ചർച്ചയുടെ തുടക്കകാലം മുതൽ പറയുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാണത്. വിശ്വാസ കൊള്ള അല്ലെങ്കിൽ വിശ്വാസ കച്ചവടം. ആ വിശ്വാസ കച്ചവടത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം എല്ലാ പ്രമുഖരായിട്ട് ആളുകൾക്ക് എനിക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ നടത്തിയ പരിശ്രമം, അതുപോലെ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വ്യക്തികളുടെ വീട്ടിൽ വെച്ച് സ്ഥാപനങ്ങളിൽ വെച്ച് പൂജ നടത്തി വൻ പണം ഉണ്ടാക്കുക, ഇതെല്ലാം നടത്തിയൊരു കേസാണ്. അപ്പോൾ കൃത്യമായ തെളിവ് കണ്ടുപിടിക്കാൻ ഇതിന് കഴിയും. ആ തെളിവ് കണ്ടുപിടിച്ച് കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹളത്തിൻ്റെ ഭാഗമായി അതിൽ വീണുപോയി കഴിഞ്ഞാൽ, ആ സമ്മർദ്ദത്തിന് ഇവർ വിധേയമായി കഴിഞ്ഞാൽ SITക്ക് നിലനിൽപ്പില്ലാതെ വരും. പിന്നെ SITയെ കുറിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപം എന്തുകൊണ്ടാണ്? അത് പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമാണ്. കാരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ പറയും, ഈ SIT നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് ഞങ്ങൾ പറയുമ്പോൾ പറയും അത് നിങ്ങളുടെ ഗുണം കൊണ്ടല്ല, അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമായതുകൊണ്ടാണ്, അല്ല നിങ്ങൾക്കതിൽ കാര്യമൊന്നുമില്ല. ഇനി SITക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴോ ശരി, കോൾ കട്ടായതൊന്നു ഞാൻ അങ്ങേലേക്ക് വരാം. ഇത് നോക്കൂ, ആരെങ്കിലും ഒരാളെ സ്തുതിച്ചാൽ അത് നിരൂപണം ചെയ്യുക എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമല്ല എന്ന് വളരെ വ്യക്തിപരമായി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ SIT ആകട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, സർക്കാരിനെ ആകട്ടെ, ആരെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ അത് നന്നായിട്ടുണ്ട്, ആ ദീപസ്തംഭം കൊള്ളാം, അത് വലിയ ആശ്ചര്യമാണ് എന്ന നിലയ്ക്ക് വാർത്ത കൈകാര്യം ചെയ്യാൻ കഴിയില്ല. വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴാണ് അത് വലിയ വാർത്തയാകുന്നത് എന്നാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നോക്കൂ, ഇപ്പൊ ഈ ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് ഇതിലൊരു പങ്കുമില്ല. എങ്കിൽ പിന്നെ ജാമ്യം കിട്ടി എല്ലാവരും പുറത്തിറങ്ങുമല്ലോ. SITക്ക് ഈ അന്വേഷണം മടക്കി 4 മടക്കി അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം പ്രതികളെല്ലാവരും പുറത്തായിരിക്കും, ജാമ്യം കിട്ടി. അപ്പൊ ഇത് റോളുണ്ട്. ഇനി മാത്രമല്ല, ഈ പറയുന്ന ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ച് പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണല്ലോ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കോടതിയുടെ ഇടപെടലുകൾ. അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തുകൾ വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഒരു ജാമ്യം പരിഗണിക്കുന്ന കോടതി നടത്തുന്ന പരാമർശങ്ങൾ ഈ കേസിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ യാതൊരു തരത്തിലും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ച, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഭിനന്ദിച്ചാൽ അത് ആഹാ, ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കോടതി എന്ന് പറയുന്നത് ഏത് ബെഞ്ചാണ് എങ്കിലും അതിനെ ബഹുമാനത്തോടു കൂടി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ശ്രീ സുഭാഷ് ബാബുവിലേക്ക് പോകണം. ശ്രീ സുഭാഷ് ബാബു, SIT ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും തന്നെ ഈ SITയുടെ രൂപീകരണ സമയത്ത് കേരളത്തിലെ ഏറ്റവും ക്രെഡിബിളായ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം വന്നിരിക്കുന്നു, അന്വേഷണം കൃത്യമായ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൂടി ആയതുകൊണ്ട് ഏറ്റവും നന്നായി മുന്നോട്ട് പോകും എന്ന തരത്തിൽ അതിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടതാണ്.
ഈ പറയുന്ന സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവത്തോടെ നോക്കി കാണേണ്ടുന്ന ഒന്നാണ്? അതോ ഇത്രമേൽ സങ്കീർണമായ അന്വേഷണം, അതും സാങ്കേതികമായ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന കേസുകളുടെ പൊതുഗതി അങ്ങനെ തന്നെയാണോ? ഒരിക്കലുമല്ല. കാരണം ഇതിൽ ആദ്യം അന്വേഷണം തുടങ്ങിയതിന് ശേഷം ഈ അന്വേഷണത്തിന് ഭാഗികമായിട്ട് മന്ദഗതി ഉണ്ടായതിനു ശേഷം ഇലക്ഷൻ കഴിയുന്നത് വരെ അവിടെ നിന്ന് കാര്യമായ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ജാമ്യം പരിഗണിക്കുന്ന കോടതി ഇതിനെ വിമർശിച്ചതിനെ തുടർന്നിട്ട് വീണ്ടും ചടപടയെന്ന് അറസ്റ്റ് വന്നു. പിന്നീടും കുറച്ച് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചില പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള വൈമുഖ്യം കാണിച്ചു. അതിനുവേണ്ടി അതും പിന്നെ കോടതി ഇടപെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ പതുക്കെ അതായത് നമ്മളിങ്ങനെ മുടന്തി അന്വേഷണം പോയി. അങ്ങനെ ഒരിക്കലും ഒരു അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണത്തിന് നിയമപരമായിട്ടുള്ള നടപടിക്രമം. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ആദ്യം കൊണ്ടുവന്നത് വാതിൽപ്പാളികൾ. അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്താ രജിസ്റ്റർ ചെയ്യാഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും അതിന് കേസ് വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ദ്വാരപാലകരുടെ കേസാണ് ആദ്യം ഇവിടുത്തെ പോട്ടെ, ഓക്കെ അത് ശരി. അത് കഴിഞ്ഞതിന് കട്ടിലപ്പാളികളുടെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഒരു കേസ് ബാക്കിയുണ്ട്. രണ്ടാമത് ദ്വാരപാലകരെ കൊണ്ടുപോയതിന് കേസെടുത്തിട്ടില്ല. അപ്പോൾ 2 കേസെടുക്കാൻ ബാക്കി നിൽക്കുന്നു. എന്തായാലും ശരി, ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ വാതിൽപ്പാളികൾ കേസിൽപ്പെടുത്താതെ അത് മാറ്റി അവിടെ നിർത്തി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അതിനെന്തായാലും പ്രത്യേക ഒരു എഫ്ഐആർ എടുക്കേണ്ടതാണ്. അതെടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി, ഇങ്ങനെ പ്രതികളെ റിമാൻഡ് ചെയ്തതിന് ശേഷം ഒന്നിന് പുറകെ ഒന്നായിട്ട് കുറേ പേരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയാമല്ലോ, ഈ 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നും അതിനു മുമ്പ് ഇവർക്ക് ഒരു താൽക്കാലിക ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നും അവർക്കറിയാം. ഇത് അങ്ങനെ കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണെന്നൊന്നും ഞാൻ കഴിയുക. ഇതിൽ വലിയ സങ്കീർണത എന്ന് പറയുന്നത് ഈ മെറ്റലിൻ്റെയും ഗോൾഡിൻ്റെയും അളവെടുക്കുന്നതിനും അതിൻ്റെയുള്ള പ്യൂരിറ്റി കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇതിനകത്തൊരു അല്പസങ്കീർണമായ പ്രശ്നം. അതൊന്നും ആദ്യം നടപടിയെടുത്തില്ല, അതുകൊണ്ട് പിന്നീട് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുക, ഇതിൻ്റെ ഗൂഢാചരണം നടന്നതിൻ്റെ ആദ്യം നടന്ന കാര്യം, ഇതിനകത്ത് ഒരു കള്ളരേഖയുണ്ടാക്കി. അതായത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊരു രേഖയുണ്ടാക്കി. ആ രേഖ എന്താണെന്ന് പറഞ്ഞാൽ സ്വർണം ക്ലാഡ് ചെയ്ത, അതായത് സ്വർണം പൊതിഞ്ഞ ഈ കട്ടിലപ്പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ അത് ചെമ്പ് പാളികളിൽ നിന്നാക്കി മാറ്റി അത് എഴുതപ്പെട്ടിരിക്കുന്നു. ആരെഴുതിയിട്ടുണ്ടോ? അന്നത്തെ പ്രസിഡൻ്റായ ശ്രീ പത്മകുമാർ എഴുതിയിരിക്കുന്നു. അതിനകത്ത് മറ്റു വേറൊരു പ്രതിയായ ശ്രീ വാസുവിനും അതുപോലെ തന്നെ ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കപ്പെട്ട കുറേ പ്രതികൾക്കും അതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവരെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അതിന്? അപ്പോൾ അതിന് ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ട എഴുത്തുകളുള്ള എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ തന്നെ എടുത്ത് പരിശോധിച്ചിട്ട് അത് കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടല്ല ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ട് അവിടെ പോയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ പരിശോധന വിട്ട് റിസൾട്ട് വരുന്നത് എന്ന് പറയുന്നത് തെളിവാണ്, സമ്മതിച്ചു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സെക്ഷൻ 47 എന്ന് പറയുന്ന തെളിവ് നിയമത്തിലൊരു വകുപ്പുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒപ്പോ കയ്യെഴുത്ത് സംബന്ധിച്ച് തർക്കം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എഴുതുന്നത് സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ആളെന്നാണോ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതപ്പെടുന്ന രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാലറിയാം ഇത് ശ്രീ പത്മകുമാർ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒപ്പം അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവായിട്ട്, അതായത് റെലവൻറ്റ് പ്രസക്ത തെളിവായിട്ട് കോടതി സ്വീകരിക്കാമെന്ന് 47-ാം തെളിവ് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രം മതി. ബാക്കി അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ട് ഇനിയും ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ കിട്ടണമെങ്കിൽ ഇത് ഈ പ്രതികൾ ആദ്യം ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് ഈ കേസ്? അതായത് ഒരു രേഖ എഴുതി ഉണ്ടാക്കി, അതായത് സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പാക്കി മാറ്റി ആ എഴുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് ഗൂഢാലോചനയുടെ ആദ്യത്തെ പടി അതാണ്. അത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എടുത്ത് അയക്കണമെന്ന് ഈ SITക്ക് അറിയില്ലേ? ഇത് എഴുതിയതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ് ബെയിൽ കൺസിഡർ ചെയ്യുന്ന അവസരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത് ഇതായി 3 ദിവസം മുമ്പാണ് ഈ സാധനം എടുത്ത് അയച്ചതെന്ന്. എന്ത് ഇത്രയും ദിവസം ഇവിടെ പോന്നു? 1086 ദിവസം അല്ല 90 ദിവസത്തോളം മുമ്പ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ 90 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഇതിപ്പോഴാണ് അവർക്ക് ബോധോദയം വന്നത്. അപ്പോൾ അത് എന്തായാലും ശരി അലംഭാവമാണ്, അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതായാലും സാധാരണ ബുദ്ധിയുള്ള ആരും സമ്മതിക്കില്ല. ഞാനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതെന്തുകൊണ്ട് വീഴ്ച വരുത്തി എന്നുള്ളതാണ്.
അത് രണ്ടാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ഗൂഢാലോചന നടന്നു എന്നുള്ളതിന് തെളിവുണ്ടല്ലോ. ഇതേമാതിരി കൈയെഴുത്ത് മാറ്റി എന്നുള്ളത് അല്ലെങ്കിൽ അവിടുത്തെ ബോർഡിൻ്റെ ഡിസിഷനകത്തുണ്ട്, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 465, 67, 68 എന്ന് പറയുന്ന വകുപ്പുകൾ ആധികാരികമായി തെളിയിക്കാനുള്ള രേഖ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രധാനമായിട്ട്? പിന്നെ ഇപ്പോൾ BSSCയുടെ റിപ്പോർട്ട് വന്നതിലെന്താ പറയുന്നത്? ആ 2 പാളികളിൽ ഒന്നിൽ നിക്കലിൻ്റെ പറഞ്ഞു, അതുപോലെ തന്നെ അക്രലിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ് ഉണ്ടെന്ന് പറയും, മറ്റേതിനകത്ത് മെർക്കുറി മറ്റേ കണ്ടൻ്റാണെന്ന് പറയും. അത് പറഞ്ഞാൽ 2 രണ്ടായില്ലേ? അപ്പോൾ പ്രാഥമികമായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഇവരുടെ കൈവശം. എന്തുകൊണ്ട് ഈ 120Bയും ഇത് അനുസരിച്ചിട്ട് ഒരു കേസ് എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മതിയായ തെളിവുകൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാമായിരുന്നു. കൊടുത്തതിന് ശേഷം ഈ ചാർജ് ഷീറ്റിൻ്റെ എന്തെങ്കിലും നടപടികൾ കോടതി വരുന്നത് എപ്പോഴാണ്? ഒരു 6 മാസമെങ്കിലും കഴിയാതെ നടപടി വരില്ല. ആ സമയം കൊണ്ട് ഇവർക്ക് ബാക്കി അന്വേഷിച്ചതിന് ശേഷം തെളിവും സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റും ഒക്കെ കൊടുക്കാൻ പറഞ്ഞ പഴയ CRPC 178 പറയുന്നുണ്ടല്ലോ. ഇവർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ? അപ്പം ഞാൻ ധരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് ബോധപൂർവമായിട്ട് ഇവർ ജാമ്യം കിട്ടി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്ന് ന്യായമായിട്ട് എന്ന അനുഭാവപൂർവമായ നിലപാടാണോ എന്നുള്ള വിമർശനങ്ങളാണ് അതിന്റെ പക്ഷം പറ്റി വരികയും ചെയ്യുന്നത്. ശ്രീ രാജു പിനാർ, ഒന്ന്, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് അവിടെ തെഫ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കാവുന്നതാണ്. ഈ 2019 മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 2025 കോടതി അറിയാതെയാണ് കൊണ്ടുപോയത് എന്നതിൽ ഉദ്യോഗസ്ഥ വീഴ്ച, അതിൽ തർക്കമൊന്നുമില്ല. അതിൽ FIR തന്നെയില്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ പിന്നെ ഈ ഉത്തരവുകൾ തിരുത്തി എന്നത് സംബന്ധിച്ച് തർക്കമില്ല. അത് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒപ്പുവരെ അവർ വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടല്ല, കാരണം അന്വേഷണ സംഘം തന്നെ പിടിച്ചെടുത്തിട്ടുള്ള മഹസറുകളും മറ്റ് ഒപ്പുകളും എല്ലാം ഉണ്ട്. ഇതൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാവുകയാണ്? നോക്കൂ, SIT നമുക്ക് ശബരിമലയെ പറ്റി പറയുന്നത് പോലെ പരിപാവനമാണ് എന്ന് പറയേണ്ട ബാധ്യതയില്ലല്ലോ. SIT ഒരു അന്വേഷണ സംഘമാണ്. അത് കോടതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. എന്നിരുന്നാൽ പോലും അതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഇന്ന ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ കഴിയാത്ത എന്ത് സാധ്യതയാണ് അവശേഷിക്കുന്നത്? അതല്ല CPM രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. എന്തായാലും CPM ഈ ചർച്ചയിൽ എടുക്കുന്ന നിലപാട് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ജാമ്യം പരിഗണിക്കുന്ന കോടതി, പൊട്ടുകുത്താത്ത കോടതി. ജാമ്യം പരിഗണിക്കുന്ന കോടതി. പിന്നെ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ പൊട്ടുകുത്തുന്ന കോടതി. ഇങ്ങനെ 2 കോടതിയായിട്ട് ഇവർ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നപ്പോഴെല്ലാം ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ രൂക്ഷമായ വാക്കുകളിൽ ഈ SITയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത് ഇവരുടെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രതികൾക്കെല്ലാം ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നിടത്താണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അവരുടെ പൊട്ടുകുത്താത്ത കോടതിയാണ്. ഈ ആളുടെ ക്രൈമിനകത്തുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ച് SIT കൊടുക്കുന്ന വിവരങ്ങൾ, അവിടെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ എല്ലാം പരിഗണിക്കുന്നതും നോക്കുന്നതും ആ പൊട്ടുകുത്താത്ത കോടതിയാണ്. പൊട്ടുകുത്തുന്ന കോടതി എടുത്ത് വരുന്നത് അന്വേഷണ റിപ്പോർട്ടുകൾ മാത്രമാണ്. അന്വേഷണത്തിൻ്റെ ഗതിയെ സംബന്ധിച്ച് ഈ പൊട്ടുകുത്തിയ കോടതിക്ക് പറയും, അത് നോക്കാൻ പറ്റും. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയെ ഇവർ കോടതിയായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ നയം. ഇപ്പോൾ SITയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുഭാഷ് ബാബു സാറോട് സൂചിപ്പിക്കേണ്ടായി. SIT ആദ്യത്തെ പോയ അന്വേഷണത്തിൽ നിന്ന് ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ തന്നെ പറഞ്ഞല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് വെച്ച് ഇതൊരു സ്തംഭനാവസ്ഥയിലേക്ക് പോയി. ആ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ ഒരു പ്ലാൻ ചെയ്ത ന്യൂസ് വരുന്നു. സോണിയാഗാന്ധിയുമായിട്ട് ചിത്രവുമായിട്ട് വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തൊരു ന്യൂസ് വരികയാണ്. അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു, ഇല്ലേ? SIT ഒരിക്കലും നിഷേധിച്ചില്ല. ഇനി SIT ആ വാർത്ത പുറത്തുവിട്ടൊന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ SIT ഒരിക്കലും ഇത്രമാത്രം വ്യാപകമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ വിഷയം ഉയർത്തിയിട്ടും SIT ഒരിക്കലും അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു SIT നോട്ടീസ് നൽകി എന്നുള്ള വാർത്ത നിഷേധിച്ചിട്ടില്ല. SITയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യാൻ ഏറ്റവും ഒരു വലിയ ജനസമൂഹത്തിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ SIT മൊഴി കൊടുക്കുന്ന എല്ലാ മാധ്യമങ്ങളും, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം നോക്കൂ,
കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് ഒളിപ്പിച്ചു വെച്ചു. ഒരാളും അറിയാതെയാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യൽ ഒളിപ്പിച്ചു വെച്ചതിനെ സംബന്ധിച്ച് നമ്മളെല്ലാം 2 ദിവസം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് മാധു. അങ്ങനെ ആ ചർച്ച ഏറ്റവും രൂക്ഷമായിട്ട് നടക്കുമ്പോൾ PS പ്രശാന്തിനെ രണ്ടാമതും നിങ്ങൾ ആരും അറിയാതെ, പൊതുജനം അറിയാതെ രണ്ടാമതും ചോദ്യം ചെയ്തു. ഏത് PS പ്രശാന്ത? കേരളത്തിന്റെ ഹൈക്കോടതി 2 തവണ, ഇവർ പറഞ്ഞല്ലോ പൊട്ടുകുത്തിയ ബെഞ്ച്, ആ പൊട്ടുകുത്തിയ ബെഞ്ച് 2 പ്രാവശ്യം PS പ്രശാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സമയത്ത് 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത് എന്ന് മാത്രമല്ല 2024 ജൂലൈയിൽ മകരവിളക്കിന്റെ അല്ലെങ്കിൽ മണ്ഡലകാലത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യ തിടുക്കം ഉണ്ടാക്കിക്കൊണ്ടുവന്ന്, വ്യാജമായി കൃത്രിമമായി ഒരു തിടുക്കം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ചെന്നൈയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്ന് വരെ എഴുതിയിരിക്കുന്ന ഹൈക്കോടതി ഈ PS പ്രശാന്തിനെ ഇവർ ഇതുവരെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ കൃത്യമാണ്. അപ്പോൾ SITയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷമുള്ള പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് ആർക്കും തർക്കമില്ല. എന്തുകൊണ്ട് കുറ്റപത്രം കൊടുത്തില്ല? വളരെ സുഖമായിട്ട് ഇപ്പൊ സുഭാഷ് ബാബു സാറിനോട് പറഞ്ഞു, ഒരു കുറ്റപത്രം കൊടുക്കാൻ ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചുകൊണ്ടൊരു കുറ്റപത്രം കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. എവിടെയെങ്കിലും കൂടുതലായിട്ട് ചേർക്കപ്പെട്ടെങ്കിൽ കുറ്റപത്രത്തിൽ അഡീഷണൽ കുറ്റം ഇത് കൊടുക്കുന്നതിനൊന്നും, ചാർജ് കൊടുക്കുന്നതിന് ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. ഇനി SITക്ക് ഇതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാത്ത കൊണ്ടാണോ? നോക്കൂ, ഹൈക്കോടതിയുടെ 11ഓളം ജഡ്ജ്മെന്റുകളുണ്ട്, ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ ഒരുമിച്ച് എഴുതി വെച്ചാൽ ഒരു കുറ്റപത്രമായി. വളരെ കൃത്യമാണ്. ഹൈക്കോടതിയുടെ 11ഓളം ജഡ്ജ്മെന്റ് അസാധാരണമായ കേസാണ്. വിചാരണ പോലും തുടങ്ങുന്നതിന് മുമ്പ് അന്വേഷണ ഘട്ടത്തിൽ ഉത്തരവുകളായിട്ട് ഇറങ്ങിയേക്കുന്ന ഇടക്കാല ഉത്തരവുകളായിട്ട് 11ഓളം ഉത്തരവുകൾ. ആ ഉത്തരവിൽ ബഹുമാനപ്പെട്ട പൊട്ടുകുത്തിയ ദേവസ്വം ബെഞ്ച് പറഞ്ഞ കാര്യങ്ങൾ ആ ഉത്തരവുകൾ എടുത്ത് ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ കുറ്റപത്രമാവുന്ന അവസ്ഥയിലേക്ക് അത് പോയിരിക്കുകയാണ്. എന്നിട്ടും SIT എന്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കുന്നില്ല? കുറ്റപത്രം കൊടുക്കാതെ ഇവർ മുഴുവൻ രക്ഷപ്പെട്ടു. ഇനി അത് മാത്രമാണോ മാധു? ഞാൻ പറയാം, അത് മാത്രമാണോ? നമ്മൾ ഇപ്പോഴും ഇതെന്താണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 5 മാസത്തിനടുത്തമായിട്ട് അന്വേഷണം നടക്കുകയാണ്. എന്താണ് നഷ്ടപ്പെട്ടത്? പൊട്ടുകുത്തിയ കോടതി പറഞ്ഞെന്താ, ഇവിടെ നിന്ന് ഒറിജിനൽ ഇളക്കി കൊണ്ടുപോയി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി, ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശി അവിടെ തിരിച്ചുകൊണ്ടേ വെച്ചു അല്ലേ? അപ്പോൾ ഒറിജിനൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ SIT എന്താ ചെയ്തിരിക്കുന്നത്? ബെല്ലാരിയിൽ നിന്ന് കുറച്ച് ഉരുക്കിയ സ്വർണം, ആ ഉരുക്കിയ സ്വർണം എടുത്തുകൊണ്ട് ഇതാണ് തൊണ്ടി മുതൽ എന്ന് പറഞ്ഞിരിക്കുക. ചില അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു അത് SITയുടെ ഒരു തന്ത്രമാണ്. ഇരിക്കട്ടെ, ആ തന്ത്രമായിട്ടിരിക്കട്ടെ. ഈ ഉരുക്കിയ സ്വർണത്തിന് വേണ്ടിയാണ് ഇത്രമാത്രം വലിയ അട്ടിമറികൾ നടന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അല്ല. മറിച്ച് ഇതിന്റെ ഈ അന്താരാഷ്ട്ര ക്ഷേത്ര കൊള്ളയുടെ മാതൃകയിൽ അത്രമാത്രം വലിയ മൂല്യമുള്ള ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. SITക്ക് ഇതുവരെയായിട്ട് ഈ ഹൈക്കോടതി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും ഉൾപ്പെടെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയെന്ന് അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ള ക്ഷേത്രക്കൊള്ള മാതൃകയിലാണ് കടത്തിയെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ? ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു? അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോയി? അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടോ? SITക്ക് ഇതുവരെ പറയാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ അന്വേഷണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എവിടെയാണ്, എന്താണ് ക്രൈം? ഇവിടെ സുഭാഷ് സാർ പറഞ്ഞതാണ്, എന്താണ് ക്രൈം എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ 5 മാസമായിട്ട് മുന്നോട്ട് പോയ ഒരു അന്വേഷണം മാത്രമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. ഈ പ്രതികളെല്ലാം ഇതിൻ്റെ കിങ് പിന്നാര ഈ പത്മകുമാറാണ്. പത്മകുമാറിൻ്റെ ഗൂഢാലോചന ഏറ്റവും പ്രധാനിയാണ് പത്മകുമാർ. ആ പത്മകുമാറിന് അടുത്ത ദിവസം ജാമ്യം കിട്ടും. ആ പത്മകുമാർ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ അന്വേഷണം അതിന്റെ സ്വാഭാവിക മരണത്തിലേക്ക് പോവുകയാണെന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം. നേരത്തെ പറഞ്ഞാണ് എത്രത്തോളം കോളിളക്കം ഉണ്ടാക്കിയ കേസുകളാണ് എങ്കിലും ജാമ്യം കിട്ടി പ്രതികൾ പുറത്തേക്ക് വരികയും പിന്നീട് വർഷങ്ങൾ നീണ്ട ഈ പറയുന്ന അന്വേഷണവും തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായി നിയമത്തിന്റെ വഴിക്ക് എന്ന് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിസ്മൃതിയിലായി പോകുന്ന സാഹചര്യം നമ്മൾ പല കേസുകളിൽ കണ്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതാണോ അനിവാര്യമായ വിധി എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. മിസ്റ്റർ പി ശ്യാംരാജ്, ഇപ്പോൾ 112ാമത്തെ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ട്. അതിൽ എത്ര സ്വർണം പോയി, എവിടേക്ക് പോയി, ആര് കൊണ്ടുപോയി തുടങ്ങിയ കാര്യത്തിൽ ഒരു പിടിയും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതെ നടന്നത്. ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് VSCയുടെ ഈ അതിസാങ്കേതികമായ അന്വേഷണത്തിനൊടുവിലുള്ള റിപ്പോർട്ട് കൂടി കിട്ടിയതിന് ശേഷം മാത്രമാണ് കുറ്റപത്രം എങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരും ഉണ്ടാകില്ല അകത്ത്.
മാധു, അത് തന്നെയാണ് പ്രശ്നം. ഞാൻ അതിലോട്ട് വരാം. അതിനു മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ വീഴാനും വീണെടുത്ത് കിടന്ന് ഉരുളാനും ഉരുണ്ടെടുത്ത് കിടന്നിട്ട് ഈ ക്യാപ്സ്യൂൾ വിതരണം ചെയ്യാനും ഇവരെ പോലെ വിദഗ്ധരായിട്ടുള്ള മറ്റൊരാളുകളില്ല. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു കേട്ടില്ല, അദ്ദേഹത്തിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി. ഏതാണ് ക്ലീൻ സർട്ടിഫിക്കറ്റ്? ഇവിടെ പ്രതികളുടെ ജാമ്യം കൺസിഡർ ചെയ്യാൻ നേരത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് കുറ്റപത്രം നൽകിയാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാവും, അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്. അതാണ് ഇദ്ദേഹം പറയുന്നത് ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഈ സംശയത്തിനാണ് നേരത്തെ പറഞ്ഞ അജണ്ട എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ പൊതുജനങ്ങളിൽ CPM-കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരും മാധ്യമപ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടും. ഇപ്പോൾ കോടതി തന്നെ പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആരും ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത ഗതി ഉണ്ടാകാൻ പറ്റുമോ? അല്ല, അത് തന്നെയാണ് സംശയം ഉണ്ടാവുമെന്നാണ് കോടതി പറയുന്നത്. ആരും ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നും പറയുന്നില്ല. ഇവിടെ പ്രശ്നം എന്തറിയോ? ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? ഹൈക്കോടതിക്കെതിരെ തുടക്കത്തിൽ ഇവർ പറയുന്നതാണ് ഹൈക്കോടതിക്കെതിരെ നമ്മൾ പരാമർശം നടത്തുന്നതാണ്. സത്യത്തിൽ ആർക്കെതിരെ പരാമർശം നടത്തിയത്? SIT-ക്കെതിരെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഹൈക്കോടതിക്കെതിരെ എന്നുള്ള വാദം പറയാം? ഇവിടെ ഇദ്ദേഹം പറയുന്ന കേട്ടില്ലേ, അതായത് ഇവിടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ച് നല്ല ബെഞ്ചും അത് ഈ ജാമ്യം നിഷേധിച്ചിട്ടുള്ള സിംഗിൾ ബെഞ്ച് മോശം ബെഞ്ചും. അദ്ദേഹം പറഞ്ഞൊരു വാക്യാൻ ഒന്ന് നോക്കട്ടെ. ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് എന്ത് കാര്യം എന്നാണ് വെച്ചാൽ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചോദിക്കുന്നത്, ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് ഇതിൽ എന്ത് കാര്യം എന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, സിംഗിൾ ബെഞ്ച് ആയാലും ദേവസ്വം ബെഞ്ച് ആയാലും ഒക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗം തന്നെയാണ് കേട്ടോ എൻ്റെ ഗോവൻ ചേട്ടാ. അത് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രശ്നം അറിയോ? ഈ SIT യാതൊരു വിധത്തിലുള്ള ഒരു ഇനിയും സമയം കൊടുക്കാൻ വേണ്ടിയുള്ള സമയം അർഹിക്കുന്നില്ല. കാരണം ഇതാരാണ്? ഞാനോ മാധുവോ അല്ല അന്വേഷിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെന്ന് ഇവർക്കറിയില്ലേ? ഈ 90 ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടും എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ VSSC-യിൽ നിന്ന് ഇനിയും അതിസങ്കീർണമായിട്ടുള്ള ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്ത് സങ്കീർണം? ഈ സങ്കീർണമായിട്ടുള്ള ടെസ്റ്റിന്റെ കാര്യം 112 ദിവസം മുമ്പ് ഇവർക്ക് അറിയണ്ടേ? അതിനല്ലേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്? സാധാരണ പോലീസുകാരാണോ? അല്ല. നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളെയാണോ? അല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പണി എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടെത്തലാണ്. എത്ര അവിടെ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എങ്ങോട്ട് പോയി, ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഇത് ഇവരൊന്നും ചെയ്യാതിരുന്നിട്ട് പ്രതികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അനുവദിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കോടതിക്കെതിരെയുള്ള വിമർശനമാവുക? ഇതിനകത്ത് പ്രശ്നം അറിയോ? ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ പറയുന്ന 2-ാം തീയതി ഇയാൾ ഈ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്. 2 കേസിൽ ജാമ്യം കിട്ടാൻ വേണ്ടി പോവാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. വാസു അയ്യപ്പന്റെ സ്വർണം കട്ടയാളായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാസു ഈ 15-ാം തീയതി കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നേ. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇനി ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്ക്, ഈ കൊള്ളക്കാരൊക്കെ ഇവരുടെ കസ്റ്റഡിയിൽ ഇരിക്കലാണെന്ന്. ഈ കൊള്ളക്കാർ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കാണാതായോ? കാണാതായിട്ടില്ല. അയാൾ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 112 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അയാൾ എന്താ ചോദ്യം ചെയ്തിട്ട് ഇവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റാത്ത എന്താണ്? പിന്നെ എന്താണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പണി എന്ന് പറയുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിലുണ്ട്, ഈ പറയുന്ന ഭണ്ഡാരി കയ്യിലുണ്ട്, ഈ പറയുന്ന ആളുകളെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, എന്നിട്ടും ഒരു കുറ്റപത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും സാധിക്കുന്നില്ലെങ്കിൽ വ്യക്തമാണ് ദുരൂഹതയുണ്ട്. SIT-നെ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇനി ഒറ്റ പോയിന്റ്. ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി പറ്റുക? ഇവിടെ അടൂർ പ്രകാശ് എന്താ പറഞ്ഞത്? അടൂർ പ്രകാശ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശ്രീമതി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ കൂടെ പോയെന്നാണ്. എന്റെ സംശയം കോൺഗ്രസിന്റെ നേതാവാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ അടൂർ പ്രകാശാണോ? അതായത് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായ അടൂർ പ്രകാശിനോട് പോറ്റി അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കലും മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യലും അതാണ് അവർ പറയുന്നത്. അതാണ് ഇതിന്ന് അടൂർ പ്രകാശ് അതിനകത്തെ വാദം നിങ്ങൾ നോക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് മേടിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. ഇനി നിൽക്കട്ടെ, ഈ ഗോവർദ്ധൻ എന്തിനാണ് ഇയാൾ ഈ സോണിയാഗാന്ധി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്? സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ നിലവിലെ നമുക്ക് കിട്ടിയുള്ള തെളിവ് അനുസരിച്ചിട്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ അല്ലെങ്കിൽ വിഗ്രഹ കടത്തുമൊക്കെ ബന്ധമുണ്ടോ എന്നൊരു പക്ഷേ സംശയിക്കപ്പെടുന്ന ഗോവർദ്ധൻ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു? തൊണ്ടി മുതൽ കണ്ടെടുത്തയാൾ ഇയാൾ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു? ഇപ്പൊ ഒരു ലാസ്റ്റ് ഒറ്റ പോയിന്റ്. ഇപ്പോ അടൂർ പ്രകാശ് പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരാളുടെ കൂടെ അദ്ദേഹം പോയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പോയിക്കോട്ടെ. ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന കർണാടകക്കാരന്റെ കൂടെ കർണാടകത്തിൽ MP പോകാതെ അന്നത്തെ മണ്ഡലമൊന്നും അല്ലെന്നേ. അത് ആന്റണി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുമ്പ് ഈ 14 വർഷം മണ്ഡലമല്ല. ശരി, ഓക്കെ, ഞാൻ വരാം. ശ്രീ മഹേഷ് പണിക്കർ, നോക്കൂ, ഇപ്പൊ ഈ ജയറാം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പെട്ടുപോയി എന്നൊക്കെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്.
ഇത് ഒറ്റ ദിവസമാണ് എന്ന നിലയ്ക്കാണ്, അതായത് അവിടെ എത്തിച്ച് നടത്തിയ പൂജകൾ ഒറ്റ ദിവസമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം മൊഴി നൽകിയത്. പക്ഷെ അങ്ങനെയല്ല, അത് 2 ദിവസങ്ങളായി, സെപ്റ്റംബറിലും ജൂണിലും മാസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്നതാണ് എന്ന് പിന്നീട് വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസപരമായ ചൂഷണത്തിൽ പങ്കാളിയായി എന്നൊരു ഗുരുതരമായ സാഹചര്യം ഉടലെടുത്തതിനെ തുടർന്നാണ് രണ്ടാമതും ചോദ്യം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഈ ഭണ്ഡാരിയുടെയൊക്കെ സ്മാർട്ട് ക്രിയേഷനിൽ ചെന്ന് അവിടെ ഈ കട്ട്ളയുടെ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ പോവുകയായിരുന്നു. പോകുന്ന വഴിയാണ് എൻ്റെ വീട്, അങ്ങോട്ടൊന്ന് കയറ്റാമോ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ ഒരു നാരങ്ങാവെള്ളം കുടിക്കുന്ന പോലെ ഒരു 15 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്ത് അവർ പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് 2-3 മാസം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതൊരു ശുദ്ധമായ നുണയാണ്, അത് ഉറപ്പാണ്. മാത്രമല്ല ഇദ്ദേഹം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കവറപ്പ് ചെയ്യാനായിട്ട് ആദ്യം ധാരാളം ശ്രമിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് 200 രൂപ കൊടുത്തോളൂ, അദ്ദേഹം വളരെ മാന്യനാണ്, അപ്പം അങ്ങനെയൊക്കെയുള്ള പറഞ്ഞിട്ട് അപ്പം അതൊരു ഈ ഒരു സംഭവത്തിനെ മറയ്ക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി, അല്ലെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ വിശ്വാസിയാന്നുള്ള ഒരു ആ ക്രെഡിബിലിറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടെ ചാർത്തി കൊടുക്കാനായിട്ട് അദ്ദേഹം ധാരാളം ശ്രമിച്ചതാണ്. അപ്പം അതാണ് പിന്നീട് അബദ്ധമാകുകയും പിന്നീട് നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹം മരിച്ചപ്പോഴും മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലോട്ട് എത്താൻ അവിടെ പോലും എത്താൻ പറ്റാതായി പോയതൊക്കെ അങ്ങനെ പൊതുസമൂഹത്തിൽ കുറേ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം SIT ചോദ്യം ചെയ്തതും ആ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കത്തക്കതുമാണ്. കാര്യം അതിൻ്റെയൊക്കെ ഉത്തരം പറയാനുള്ള ബാധ്യസ്ഥത ഇവർക്കൊക്കെ ഉണ്ട്. കാര്യം ഈ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ തൊണ്ടി മുതൽ ഒരു പ്രൈവറ്റ് ഒരാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആ വീട്ടിലത്തെ അവിടോട്ടല്ലേ അന്വേഷണത്തിന് ആദ്യം പോകേണ്ടതല്ലേ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ തൊണ്ടി മുതൽ പോയിരിക്കുന്നത്, ഇവൻ എവിടെയൊക്കെ അവനെ കൂടെ ഉൾപ്പെടെ എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ടതല്ലേ. അപ്പം അതാണ് അവിടെ മുടക്കം വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ രീതിയിലാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം അന്വേഷണം ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കിട്ടണം, അങ്ങനെ തന്നെ ആ തൊണ്ടി തന്നെ തിരിച്ചെടുത്ത് അത് തന്നെ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ കണ്ടെത്തി തിരിച്ചു വരണം. കാര്യം ഇത് ഒരിക്കലും ഇതിനകത്ത് സ്വർണ്ണം ഊറ്റിയതല്ല, ഈ സാധനം പാളി അതുപോലെ വിറ്റിരിക്കുന്നതാണ്, അതിന് ഒറ്റയ്ക്കാണോ മുറിച്ച് പലർക്കാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് അറിയാനുള്ളത്. എന്തായാലും ഗൂഢാലോചനയുണ്ട്, ഈ അകത്ത് കിടക്കുന്നവരുമുണ്ട്, ഇനി കലാകാലങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ജാമ്യം എടുത്ത് പുറത്തു വരുന്നവരുമുണ്ട്. ഇനി ഇതിലൊന്നും കാണാതെ നമ്മുടെ ഈ ചാനൽ ചർച്ചയൊക്കെ കണ്ടുകൊണ്ട് ഈ ധാരപാലികളെയൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, സിനിമാക്കാരോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവസായികളോ ഒക്കെ. അപ്പം ഇവരെല്ലാം കൂടെ ഈ ഒരു ഈ അകത്ത് കിടക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അവരുടെ മൊഴി, അവരുടെ ഇച്ചുകൂടൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് അവരുടെ ആ മൊഴി ഇപ്പം അകത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരൊക്കെ ഇറങ്ങാൻ പോകല്ലേ, അതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു വട്ടം കൂടെയൊക്കെ ഇവരെയൊക്കെ ഒന്ന് വെച്ച് മൊഴിയുടെ വൈരുദ്ധ്യവും കാര്യവും ഒരുമിച്ച് വെച്ച് ചോദ്യം ചെയ്യലെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ ചാനലൊക്കെ കേൾക്കുന്നതാണ് ഇവർ ഒരുമിച്ച് ചോദ്യം പോകുന്നു, തന്ത്രിയെ വെച്ചിട്ട് ഒരുമിച്ച് ചോദ്യം പോകുന്നു. അതുപോലെ തന്നെ ഈ ശബരിമല ഇപ്പം നിൽക്കുന്ന തന്ത്രി അദ്ദേഹമാണ് പല സ്ഥലങ്ങളിലും പോയി പൂജ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി പൂജ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം ആ വീടുകളൊക്കെ കറക്റ്റ് അദ്ദേഹത്തിന് അറിയാം, ഇന്നാരുടെ വീട്ടിലാണ് ഇന്നാരുടെ വീട്ടിലാണെന്ന് അറിയാം. ആ വീടുകളിലൊക്കെ ചെന്ന് അന്വേഷിച്ചത് എവിടെ ഇങ്ങനെ ഒരു സ്ഥാനം വന്നിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ, ഇനി തന്ത്രി ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെ ജയറാമിൻ്റെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ മൊഴി എടുക്കണ്ടേ, ജയറാമിൻ്റെ മൊഴിയല്ലല്ലോ, അവിടെ വന്നിരിക്കുന്ന ആരൊക്കെയാണ്, ആ VVIPസിനടുത്തൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? കാര്യം ഇവരൊക്കെ ഈ വിശ്വാസപരമായിട്ട് വന്നിരിക്കുന്നവരൊന്നും ഇതൊരു മോഷണം മുതലാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണെന്നോ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അത് തീർച്ചയാണ്. കാര്യം അവരെ ആ വിശ്വാസത്തിൻ്റെ വാല്യൂ വരണമെങ്കിൽ തന്നെ അവരെ ആ വിശ്വാസത്തിൻ്റെ ഇത് വെച്ചിട്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിൽ ആരൊക്കെയാണ് അതിൻ്റെ ഭാഗമാക്കുക, ആരൊക്കെയാണ് അതിനകത്ത് ധനം കൈപ്പറ്റിയിരിക്കുന്നത്, ആരുടെയിലൊക്കെയാണ് പോയിരിക്കുന്നത്, ആ ഒരു രീതിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ രീതിയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നമ്മളൊട്ടും സമയമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരാഴ്ചയുടെ സമയമുണ്ട്. അപ്പം ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് തീർച്ചയായിട്ടും ഫ്രെയിം ചെയ്ത് അവർക്ക് കയറ്റാൻ പറ്റും. അയ്യപ്പരായ അവരെ ഇങ്ങനെയുള്ളവർ ഇവരിൽ പലരും സർക്കാരിന്റെ ജീവനക്കാർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിനോട് തേടേണ്ടതുണ്ട്. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപാകെ അതുപോലും തേടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചക്കുള്ളിലൊന്നും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഡോക്ടർ PK ഗോപൻ, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, ഡോക്ടർ PK ഗോപൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് കോടതിക്കെതിരായ പ്രതിഷേധമാണ് എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ DCCകളുടെ നേതൃത്വത്തിലൊക്കെ സംസ്ഥാന വ്യാപകമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ഈ ദിവസവും നടക്കുകയാണ്. ഇതൊക്കെ ഹൈക്കോടതിക്കെതിരായ പ്രതിഷേധമാണോ? ശ്രീമതി മാധു, ആ ചോദ്യത്തിനോട് ഞാൻ പ്രതികരിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഈ അവതാരിക എന്ന തരത്തിൽ ഈ ചർച്ച കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കേട്ടു നോക്കണം. നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ പൊതുജനം എങ്ങനെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് അതിലൊക്കെ വിജയിക്കാൻ പറ്റിയേക്കാം. കാരണം ഒരു കോൺഗ്രസ്, ഒരു BJP, ഒരു വലതുപക്ഷ നിരീക്ഷണം, പിന്നെ അവതാരകർ, ഇതെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു സ്വകാര്യം പറയുന്നത് പോലെ പരസ്പരം സഹായിച്ചു കൊണ്ടൊരു ചർച്ച നടത്തുക. നിങ്ങൾ അസ്വസ്ഥ ഉളവാക്കുന്ന ഒരു ചോദ്യം അവരോട് ചോദിക്കാതിരിക്കുക.
അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയിന്റുകൾ ഉന്നയിക്കുക. ഇടതുപക്ഷ പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ 10,000 ചോദ്യങ്ങളുമായിട്ട് വരിക. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ മുഴുവൻ ഒരു പൊതു സമീപനത്തിൻ്റെ ചിത്രമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ബഹുമാന്യ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം എന്താ? നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന ഒരു അവസ്ഥ എന്താ? അതായത് ഇവിടെ സംവിധാനം, ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിലല്ല ഈ ചർച്ചകളൊന്നും കൊണ്ടുപോകുന്നത്. നമുക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുക, അതിനാവശ്യമായ പാനൽ സെറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഒരു വിഷയം എന്താ? ഒരു ഇരട്ടത്താപ്പ് എന്താ? ഒരു ഇരട്ടത്താപ്പ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ, ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനില്ല. അത് ബഹുമാന്യ ഹൈക്കോടതി നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോന്നു. നിങ്ങളെപ്പോലുള്ള അവതാരകർ, എന്നെപ്പോലുള്ള ആളുകളോട് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത് നിങ്ങൾ ഇതിന് ക്രെഡിറ്റ് എടുക്കേണ്ട കാര്യമേ ഇല്ല, നിങ്ങൾക്ക് ഒരു പങ്കും ഇതിനകത്തില്ല. നേരെ മറിച്ച് SITക്ക് ദൗർബല്യം വന്നാൽ നിങ്ങൾ ഈ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? കേരള സർക്കാർ ഏറ്റെടുക്കണം. അവിടെ ഹൈക്കോടതി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഈ SIT ആരുടെ നിയന്ത്രണത്തിലാണ്? ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ. ഇനി ഇവിടെ പൊട്ടുകുത്തിയ കഥയൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് വന്നു. ഇവിടെ ജാമ്യം പരിഗണിക്കുന്ന കോടതിയാണോ ശബരിമലയിലെ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്വാനത്തെ മനസ്സിലാക്കുന്നത്? SIT നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്വാനത്തെ മനസ്സിലാക്കുന്നത്? ജാമ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് മാത്രമല്ലേ അവർ പരിശോധിക്കുന്നുള്ളൂ. അതേ ഒരു സിംഗിൾ കോടതി ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം 1, 2, 3 ദിവസം കഴിഞ്ഞ് ബഹുമാന്യ ഡിവിഷൻ ബെഞ്ച്, ഈ 3 അംഗ ബെഞ്ച്, വിജയരാം സാറിൻ്റെ ഉൾപ്പെടെയുള്ള 3 അംഗ ബെഞ്ച്, അവർ ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് SITക്ക് ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുത്തവർ. അല്ലെങ്കിൽ SIT നല്ല രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അന്വേഷണം നടത്തിക്കൊണ്ട് പോകുന്നുവെന്ന് അവരാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്. ഇതാണ് ബഹുമാന്യ മുഖ്യമന്ത്രി പറയാൻ കാര്യം. നിങ്ങൾ ഹൈക്കോടതിക്കെതിരായിട്ടാണ് ഈ വിമർശനം നടത്തുന്നത്. ഇതാണല്ലോ ഇനി അടുത്തൊരു പ്രശ്നം, ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്തൊരു പ്രശ്നമാണ്. ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരായിട്ട് രൂക്ഷമായ ആരോപണം ഉന്നയിച്ചു, ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത് കൊണ്ടുപോയി കൊടുത്തത് ഇന്നാരാണ്, ഇതിൻ്റെ പണം വാങ്ങിച്ചത് ഇന്നാരാണെന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചു ദേവസ്വം മന്ത്രിക്കെതിരായിട്ട്. ദേവസ്വം മന്ത്രി മാനനഷ്ട കേസ് കൊടുത്തു. ആ കേസിന് തെളിവ് കൊടുക്കാൻ 10,000 തവണ വിളിച്ചു, ഒരിക്കൽ പോലും ചെല്ലത്തില്ല. അവസാനം അദ്ദേഹം കോടതി പറഞ്ഞെന്താ? പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്ന്. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടോണ്ടാ അദ്ദേഹം പറഞ്ഞതെന്ന്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കേരളത്തിൽ ഇല്ലാതായി. അദ്ദേഹം ഒരേ ദിവസം തന്നെ പല നുണകൾ പറഞ്ഞതുകൊണ്ട്, പഴയ കാലമല്ല, ഇപ്പം ക്ലിപ്പിംഗ്സ് ഒക്കെ ഉടനെ കിട്ടുമെന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അത് വ്യക്തമാകും. പക്ഷേ ദേവസ്വം മന്ത്രിക്കെതിരായിട്ട് നിങ്ങൾ എത്ര ദിവസം മുൾമുനയെ നിർത്തി ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വെച്ചുകൊണ്ട്? ഇനി തെരഞ്ഞെടുപ്പ് സമയത്ത് ലാഗ് ചെയ്തു എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ് വർത്തമാനം പറയുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ലാഗ് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് സമയം അതെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അതെ, അത് കടകംപള്ളിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞിട്ടാണ് മാധു അതിലേക്ക് കടന്നത്. അതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണം ലാഗ് ചെയ്തു. അങ്ങനെ SITക്ക് ഒരു ഉദ്ദേശമില്ല. SITക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന അവസ്ഥ ഉണ്ടാവുമോ? ചോദ്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുമോ? അതുപോലെ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനമായി നടന്ന സംഭവം തന്ത്രിയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഇത്രയും മഹത്തായ ഒരു ആരാധനാലയത്തിൻ്റെ അധിപസ്ഥാനത്തിരിക്കുന്ന, അതിൻ്റെ ആചാര സംരക്ഷണത്തിൻ്റെ അപ്പോസ്റ്റലായിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ അറസ്റ്റ് നിങ്ങൾ നോക്ക്. കേരളത്തിൽ ഒരു വൈദിക ശ്രേഷ്ഠനെ അറസ്റ്റ് ചെയ്തു, കേരളത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തു, കേരളത്തിൽ ഒരു തന്ത്രി അറസ്റ്റ് ചെയ്തു. ഇതിനൊക്കെ കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ അതിന് കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്ത്രി അറസ്റ്റിലായി. ഇത്രയും നേരം പറഞ്ഞ എല്ലാ പ്രതിരോധങ്ങളെയും അങ്ങ് തന്നെ റദ്ദു ചെയ്തിരിക്കുന്നു. അത് SIT ആണ് അറസ്റ്റ് ചെയ്തത്. SIT ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരിന് പങ്കില്ലെന്നല്ലേ അങ്ങ് തന്നെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ശ്രീമതി മാധുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. സ്വയം തെറ്റായി പറഞ്ഞപ്പോൾ അത് എന്നെ കൊണ്ട് പറയാനുള്ള അങ്ങയുടെ ആ ബുദ്ധി വൈശിഷ്ട്യത്തെ അങ്ങ് തന്നെ പ്രശംസിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ്. അങ്ങ് പറഞ്ഞോളൂ, ഞാൻ വിമർശനം ഏറ്റുവാങ്ങാൻ നമ്മുടെ ശ്രീഷ്ഠയായി നിൽക്കുന്നു. മാധു കൃതാർത്ഥയാവേണ്ടത്, മാധു ഒരു മുക്കാൽ മണിക്കൂറായിട്ട് മാധുവിന് താല്പര്യമുള്ള അഭിപ്രായം കേട്ട് കൃതാർത്ഥയായിക്കൊണ്ടിരിക്കുക. ഈ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തന്ത്രി അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഗുണമല്ലത്. നേരത്തെ എന്താ അങ്ങനെ ഇത് പറയാഞ്ഞ്?
ഇതൊന്നും അറസ്റ്റ് ചെയ്തില്ലെന്ന് വലതുപക്ഷ പ്രതിനിധികൾ ഇവിടെ പറഞ്ഞപ്പോൾ മാധു അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് ഒരു വൈദിക ശ്രേഷ്ഠനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സർക്കാർ എന്നൊക്കെ. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ എത്ര തന്മയത്വത്തോടെയാണ് അങ്ങ് കടകം തിരിഞ്ഞു വീണത്. അതാ ഞാൻ പറഞ്ഞതാണ് മാധു ഏതെങ്കിലും ഇവിടെ 3 പേര് ഈ അറസ്റ്റ് വൈകുന്നതിലും അറസ്റ്റ് ദുർബലപ്പെടുന്നതിലും ഒക്കെ ഉള്ള വിമർശനം ഉന്നയിച്ചല്ലോ. അപ്പൊ മാധു ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ അതിനെന്തിനാ നിങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നേ, അത് SIT അല്ലേ, അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇപ്പൊ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അത് ക്ലിയർ ആവുമായിരുന്നു. SIT കുറിച്ചുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. BJPയും കോൺഗ്രസും ആദ്യം മുതൽ തന്നെ അതിൽ സർക്കാർ ഇടപെടലുണ്ട് എന്ന വിമർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുകയാണ് ഇത്രയും കാലം CPM ചെയ്തത്. ആ CPMന്റെ വക്താവ് ഇവിടെ ഇരുന്ന് പറയുകയാണ് SIT ചെയ്ത അറസ്റ്റ് സർക്കാരിന്റെ ധൈര്യവും ഇച്ഛാശക്തിയും കൊണ്ടാണ് എന്ന്. സ്വാഭാവികമായും എനിക്ക് ആ ചോദ്യം ഉന്നയിക്കേണ്ടി വന്നു. ഡോക്ടർ PK ഗോപൻ, അത് എനിക്ക് തോന്നുന്നു ഞാനും അങ്ങോ വിശദീകരിക്കുന്നതിനപ്പുറത്ത് എത്രത്തോളം അത് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് പൂർത്തിയാക്കൂ. മാധു, അത് SITയെ നിങ്ങൾ വിമർശനപരമായി കുറ്റപ്പെടുത്തുമ്പോൾ ഈ തന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം SITയുടെ മുമ്പിൽ സർക്കാരിൻ്റെ സമ്മർദ്ദം അറസ്റ്റ് ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ ഇല്ല. നീതിപൂർവമായ കാര്യങ്ങൾ SIT ചെയ്യുമെന്ന പ്രതീക്ഷ ഹൈക്കോടതിയും ഗവൺമെന്റും വെച്ച് പുലർത്തുകയാണ്. കാരണം എന്തുകൊണ്ടാ ഗവൺമെന്റ് പറയുന്നത് ആരിതിനകത്ത് ഇടപെട്ടാലും അവരെ വെറുതെ ഇല്ല പറഞ്ഞു തരട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ, ആരിതിനൊക്കെ ഇടപെട്ടാലും ഇത് ഒരു കാരണവശാലും ഇതിനകത്ത് അബദ്ധം സംഭവിക്കരുത്. ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും. ആ ചോദ്യം ഇവിടെ ഇപ്പൊ BJPയുടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതിനെനിക്ക് ഉത്തരം കിട്ടിയാൽ മതിയാവും. അതായത് സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്ദർശിക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് ആരാണ്? ശ്രീ രാജു പിനാരോട് ചോദിക്കാം. അതിന് മുൻപ് ഞാൻ അനുസരിച്ചാണെങ്കിൽ ഡോക്ടർ സുഭാഷ് ബാബുവിലേക്കാണ് പോകേണ്ടത്. അതിനുശേഷം രാജു പിനാരിലേക്ക് ഞാൻ ആ ചോദ്യം ചോദിക്കുകയും ചെയ്യാം. ശ്രീ രാജു പിനാർ, ഇപ്പോൾ നോക്കൂ, ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ മെല്ലെപ്പോക്കോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ എല്ലാവർക്കും വിമർശനം വേണ്ടതല്ലേ? അതിൽ സർക്കാരിന് വിമർശനം ഉന്നയിക്കാം. സർക്കാരിന് വിമർശനമുണ്ട് എങ്കിൽ അത് ഇപ്പോൾ നോക്കൂ, കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പ്രതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഒക്കെ അതിൽ പരാതി ഉണ്ടാവേണ്ടേ? അല്ല, അതുണ്ടാവില്ല. അതിനുണ്ടാവാത്ത സർക്കാരിനും CPMനും ഇല്ലാത്തതിന്റെ കാരണം എന്താ? ഇന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന 8ഓളം പേര് CPMന്റെ അംഗങ്ങളാണ് അല്ലേ? പത്മകുമാർ, N വാസു, പിന്നെ വിജയകുമാർ, മറ്റേ ശങ്കരദാസ്, പിന്നെ മുരാരി ബാബു, സുധീഷ് കുമാർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 8ഓളം പേർ. ഒരു പ്രശ്നം സംഭവിച്ചു. ഞാൻ ശ്രീ സുഭാഷ് ബാബുവിനോടാണ് ചോദിച്ചത്. അങ്ങ് സംസാരിച്ചു തുടങ്ങിയോണ്ട് അങ്ങ് തന്നെ പറഞ്ഞോളൂ. അങ്ങനെയാണ് എങ്കിൽ ശ്രീ PK ഗോപൻ അങ്ങയോട് ഉന്നയിച്ച ചോദ്യം അതിന് മറുപടി കൂടി അങ്ങ് പറയണം. ഉദ്യോഗസ്ഥരെല്ലാം കോൺഗ്രസ് ആണ്. അല്ല, അങ്ങ് എന്റെ പേരെടുത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങ് എന്റെ പേരെടുത്തോണ്ടാണ് പറഞ്ഞത്. എന്തോ ശ്രീ രാജു പിനാർ, അങ്ങനെയാണെങ്കിൽ ശ്രീ PK ഗോപൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. എങ്ങനെയാണ്, ആരാണ് അനുമതി വാങ്ങിക്കൊടുത്തത്, എന്ത് സമ്മാനമാണ് നൽകിയത് സോണിയാഗാന്ധിക്ക് എന്നുള്ളതിനെ കുറിച്ച്? അല്ല, അതിലേക്ക് ഞാൻ എത്താം. ശ്രീ PK ഗോപൻ ഇപ്പം എന്തായാലും ഈ ഡിബേറ്റിൽ 4 പേരെതിരാണെന്നുള്ളതാണത്. ഈ മറ്റേ നമ്മുടെ പത്മകുമാർ SITയോട് പറയരുത്, ഞാൻ മാത്രമാണ്, അതുകൊണ്ട് 4 പേര് അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഉത്തരം പറയില്ല എന്ന് പറയരുത്. ശ്രീ PK ഗോപൻ, കള്ളന്മാരോടാണ് ചോദ്യം. കള്ളന്മാരോട് ചോദ്യം ഉണ്ടാവും കൂടുതലായിട്ട്. ഞങ്ങൾ ആ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പറയുന്നവരാണ്. അതുകൊണ്ട് കള്ളന്മാരോടാണ് ചോദ്യമുണ്ട്. അങ്ങ് കള്ളനാണെന്നല്ല ഉദ്ദേശം, പക്ഷേ അങ്ങയുടെ പാർട്ടി ഇതിനകത്ത് കള്ളത്തരത്തിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് മാത്രം അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം സോണിയാഗാന്ധിയുമായിട്ടുള്ളത്, ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ആ ചിത്രം എടുത്തിരിക്കുന്നത്? 2019 ക്രമക്കേട് നടക്കുന്നതിനെല്ലാം വർഷങ്ങൾക്ക് മുമ്പ്. എന്താണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഈ ശബരിമല ക്ഷേത്ര കൊള്ളയിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഈ സോണിയാഗാന്ധിക്ക് ആദ്യമേ കൊണ്ടുപോയി കൊടുത്തിട്ട് കൊള്ള നടത്തിയതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ ഈ PK ഗോപൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിയുമായിട്ട് കച്ചവടം നടത്തി അടൂർ പ്രകാശ് ആൻഡോ ആന്റണിയും കൂടി പറഞ്ഞു. എന്നിട്ട് ശ്രീ പത്മകുമാറിനോട് പറയുകയാണ് നമുക്ക് ഈ ക്ഷേത്രം ഒന്ന് കൊള്ളയടിച്ചു കളയാം. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പത്മകുമാറും
CPM-ന്റെ ഇതിന്റെ വളരെ ഡയറക്റ്റായ ചോദ്യമാണ്. 2019 വർഷങ്ങൾക്ക് മുൻപാണ് എങ്കിൽ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്റെ മണ്ഡലത്തിലുള്ള ആൾ എന്നാണ്. അത് കള്ളമല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണല്ലോ ശബരിമല ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ്. ആ മണ്ഡലത്തിലുള്ള ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിലല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ മണ്ഡലത്തിലുള്ള ആളെന്നാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ മണ്ഡലത്തിലുള്ള ആളെന്നാണ് പറഞ്ഞത്. ശബരിമല എന്റെ മണ്ഡലത്തിലായതുകൊണ്ട് എന്നല്ല പറഞ്ഞത്. മാധു, ഞാൻ എനിക്ക് പറയാനുള്ള സമയം കൂടി തരണം കേട്ടോ. മാധു, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ശബരിമലയിലെ ഒരു ക്ഷേത്രത്തിൽ, ശബരിമല ക്ഷേത്രത്തിലുള്ള ഒരു പൂജാരി എന്ന് പറഞ്ഞാൽ ദൈവതുല്യനായി പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ദൈവതുല്യനായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരാൾ, ഒരു സോണിയാഗാന്ധി ആവട്ടെ അടൂർ പ്രകാശ് ആവട്ടെ, അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശ്രീ രാജു പിന്നാർ പറഞ്ഞത്. മാധു, ഞാൻ എനിക്ക് പറയാൻ സമയം തരാം. മാധു, എനിക്ക് പറയാൻ സമയം തരാം. മാധു, എനിക്ക് പറയാൻ സമയം തരാം. ശരി, ഞാൻ ചോദിക്കട്ടെ. എന്നാൽ മാധു പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. മാധു പറയുന്നതെല്ലാം അംഗീകരിക്കുന്നു. അടൂർ പ്രകാശ് ഇതിനകത്ത് പങ്കാളിയാണ് എന്ന് അങ്ങ് പറയുന്നത് ഞാൻ വാദത്തിന് എടുക്കാം. 5 മാസമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ പറയുന്ന ഭണ്ഡാരിയെയും മാധു PK ഗോപന്റെ ആരോപണത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി അങ്ങ് ഏകപക്ഷീയം അല്ലാതെ കാണിക്കാൻ വേണ്ടി ഇടപെടരുത്. എനിക്ക് പറയാനുള്ള സമയം തരും, അങ്ങനെ പറയാൻ തരിക. 5 മാസമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഭണ്ഡാരിയെയും അതുപോലെ തന്നെ എന്താ പറയാ അദ്ദേഹത്തിന്റെ പേര് മറ്റ് ഒരാളെ ഉൾപ്പെടെ ഈ ഗോവർദ്ധൻ ഉൾപ്പെടെ ഇരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. 5 മാസമായിട്ട് ഈ മുഴുവൻ രേഖ പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിന് ഒരു നോട്ടീസ് പോലും അയക്കാൻ പറ്റാത്ത? എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്താ നിങ്ങൾ പറയാൻ? 5 മാസമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്യുന്ന SITക്ക് സോണിയാഗാന്ധിയെയും അടൂർ പ്രകാശിനെയും ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു തരിമ്പ് തെളിവുണ്ടെങ്കിൽ അവരത് അന്വേഷിക്കാതിരിക്കും ചിന്തിക്കുന്നുണ്ടോ? ശരി, അല്ല അത് ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ എല്ലാ ചർച്ചകളും നേതാക്കളോട് ചോദിക്കുന്നുണ്ട്, അവരാരും മറുപടി പറയുന്നില്ല. ശ്രീ സുഭാഷ് ബാബു, സീരിയസ്ലി സമയമില്ല. ക്ഷമിക്കൂ ശ്രീ സുഭാഷ് ബാബു. മാധു, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആരാണ് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത്? എന്താണ്? അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ശ്രീ സുഭാഷ് ബാബു ആദ്യം പിണറായി വിജയന്റെ അടുത്തും P ശശിയുടെ അടുത്ത് എന്ന് പറ. അത് 2025-ലാണ്. ഈ കള്ളനാണ് ശേഷമാണ് പിണറായി വിജയന്റെ DGP-യുടെ സമയമാണ്. അത് ചെയ്യരുത്. കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കൊണ്ട് സുഭാഷ് ബാബു അങ്ങയുടെ സമയമാണ്. എന്റെ കയ്യിൽ അധിക സമയമില്ല. അല്ല, അത് അവർ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇതിൽ ചാർജ് ഷീറ്റ് ഏതായാലും കൊടുക്കാനുള്ള സാധ്യതയിൽ എല്ലാവരും സ്വാഭാവിക ജാമ്യത്തിൽ പോകും. കാരണം പിന്നെ ശ്രീമതി മാധു തന്നെ പറഞ്ഞു, ഇത് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഒന്നും പെട്ടെന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് എന്തായാലും അടുത്ത കാലത്തൊന്നും ഇത് ചാർജ് ഷീറ്റ് കൊടുക്കില്ല. പിന്നെ ഇവിടെ ഒരു വലിയ തർക്കം പറയാം. ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം കൊടുക്കുന്ന കോടതിയാണ് CD ഫയൽ പരിശോധിക്കുന്നത്. നേരെ മറിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെയും റിപ്പോർട്ട് ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് അവർ കൊടുക്കുന്ന റിപ്പോർട്ടും അവരോട് നേരിട്ട് ചോദിക്കുന്ന വിവരം മാത്രമേ നോക്കാറുള്ളൂ. അതായത് കേസ് ഫയൽ നോക്കാൻ പറ്റില്ല അവർക്ക്. നോക്കിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രതികൾ പിന്നീട് പറയും ഇത് കോടതി നോക്കി കോടതി എഴുതി ഉണ്ടാക്കിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫൻസ് അക്യൂസ്ഡിന് അനുസരിച്ചൊരു, അതായത് പ്രതികൾക്ക് അനുകൂലമായിട്ട് ഒരു ഡിഫൻസ് വരും. അതുകൊണ്ട് ആ കോടതി, അതായത് ദേവസ്വം ബെഞ്ച് ഒരിക്കലും ഈ കേസ് ഡയറി ഇവരെ പരിശോധിച്ചിട്ടുണ്ടാവില്ല. കേസ് ഡയറി പരിശോധിക്കുന്നത് നമ്മുടെ ബെയിൽ കൊടുക്കുന്ന കോടതികളാണ്. അപ്പൊ ബെയിൽ കൊടുക്കുന്ന കോടതികൾ പരിശോധിക്കുമ്പോൾ അത് എന്റെ കയ്യിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്നോട് ക്ഷമിക്കണം. ഏറ്റവും കുറവ് സംസാരിച്ചത് അങ്ങാണ്. എന്നോട് ക്ഷമിക്കണം. വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നതിനെ ആശങ്കയോടെയാണ് പൊതുസമൂഹം കാണുന്നത്.